ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറെ സ്നേഹമുള്ള സീറോ മലബാർ സഭ വിശ്വാസികളെ, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാകുന്നു. വിശ്വപ്രസിദ്ധമായ മലയിലെ പ്രസംഗത്തിൽ ഈശോ ആദ്യമായി ഉപദേശിച്ചത് ദാരിദ്ര്യത്തെ പറ്റിയായിരുന്നു. 2000 വർഷങ്ങൾക്ക് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസികൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം ആത്മീയ ദാരിദ്ര്യമാണ്. മെത്രാൻസിനോട് തീരുമാനിച്ചതും റോമയിലെ പരിശുദ്ധ പിതാവ് കൽപ്പിച്ചതുമായ ഏകീകൃത ബലി അർപ്പിക്കാതെ സഭയെ ഒന്നാകെ നശിപ്പിക്കുവാൻ നോക്കുന്ന, വിരലിലെണ്ണാവുന്ന വിമതരെ ചേർത്ത് പിടിക്കാൻ നോക്കുന്ന മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ ധിക്കാരിയും ധാർഷ്ട്യക്കാരനും വിമതരുടെ പ്രധാന നേതാവുമായ മാർ ജോസഫ് പാംബ്ലാനിയെ മറ്റു മെത്രാൻമാർ നടപടികളെടുത്ത് സീറോ മലബാർ സഭയിൽ നിന്ന് തന്നെ പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനം കുറച്ച് കാപാലികരുടെ അനുസരണക്കേടിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയുടെ ഒത്താശയോടുകൂടി സീറോ മലബാർ സഭ വിശ്വാസികൾ മുഴുവനായും പൊതുസമൂഹത്തിലും മറ്റും കുറച്ചൊന്നുമല്ല ഉതപ്പുണ്ടാക്കുന്നത്. ഇത് ഒരു അതിരൂപതയുടെ മാത്രം പ്രശ്നമായി കാണാതെ ലോകത്താകമാനമുള്ള സീറോ മലബാർ വിശ്വാസികളുടെയും പ്രശ്നം തന്നെയാണ്. എറണാകുളം ഒഴികെ 34 രൂപതയിലും ഉള്ള സഭാ വിശ്വാസികളെ, നിങ്ങൾ യേശുവിനെ പ്രതി എറണാകുളം പ്രശ്നത്തിലേക്ക് ഇടപെടേണ്ട സമയമായി. റോമയിലെ പരിശുദ്ധ പിതാവിനെ അംഗീകരിക്കാത്തതും അനുസരിക്കാത്തതുമായ ചെറിയൊരു കൂട്ടം വിമത പാതിരിമാരെയും അവരോടൊപ്പം നിൽക്കുന്നതിന് ഈ പാതിരിമാർ ഇടവകളിൽ നിന്നും മോഷ്ടിക്കുന്ന പണത്തിന്റെ പങ്കിന്റെ ഒരു വിഹിതത്തിൽ നിന്നും ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന കുറച്ച് വിമത കൂട്ടങ്ങളെയും മാർ പാംബ്ലാനി നേതൃത്വം കൊടുത്തുകൊണ്ട് സംരക്ഷിക്കുവാൻ നോക്കുന്നത് മാർ പാംബ്ലാനിക്ക് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം മോഹിച്ചിട്ട് കിട്ടാത്തതിൽ ഇപ്പോഴുള്ള മേജർ ആർച്ച് ബിഷപ്പിനെ എങ്ങനെയും താഴെ ഇറക്കി സീറോ മലബാർ സഭയെ ഒന്നാകെ തന്റെ കൈപ്പിടിക്കുള്ളിലാക്കുവാൻ രാഷ്ട്രീയക്കാരുടെ ചാണക്യതന്ത്രവും തന്റെ മാത്രം കൈമുതലായ കുതന്ത്രവും കൂടി മാർ ജോസഫ് പാംബ്ലാനി സീറോ മലബാർ സഭയിൽ ഇപ്പോൾ പരീക്ഷിക്കുന്നത്. എന്നാൽ സഭയിലെ വിശ്വാസികൾ ഏവരും ഒന്നിച്ചുകൂടി വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് എന്ന ഒരു സംഘടനയിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുവാൻ ചെറിയൊരു പരിധി വരെ സാധിച്ചിട്ടുണ്ട്. മറ്റുള്ള രൂപതകളിൽ നിന്നും മറ്റുമായി വിശ്വാസികൾ പൂർണ്ണമായ പിന്തുണ നൽകുന്നുണ്ട്. സഭയെ തകർക്കുവാൻ പിശാചുകളുടെ ഇടപെടലുകൾ വളരെ വലുതായിരിക്കുമെന്ന തിരിച്ചറിവ് മനസ്സിലാക്കിക്കൊണ്ട് വരും ദിവസങ്ങളിൽ ശക്തമായ പോരാട്ടങ്ങളാണ് നടത്തുവാൻ വിശ്വാസികൾ തീരുമാനിച്ചിരിക്കുന്നത്. 19-ാം തീയതി നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന ഗുണ്ട വൈദിക യോഗം എന്ത് വില കൊടുത്തും വിശ്വാസികൾ തടയുക തന്നെ ചെയ്യും. കാൽവരിയിൽ കുരിശിൽ മരിച്ച യേശുനാഥന് വേണ്ടി എന്ത് പീഡകൾ ഏൽക്കേണ്ടി വന്നാലും വിശ്വാസികൾ ഒറ്റക്കെട്ടായി നേരിട്ട് സീറോ മലബാർ സഭയെ സംരക്ഷിച്ചിരിക്കും. പൗരസ്ത്യ സഭകളുടെയും കാനോനിക നിയമങ്ങളും അതിരൂപത നിയമസംഹിതയും കാറ്റിൽ പറത്തി നിയമവിരുദ്ധമായി ഒരേ ബലിവേദിയിൽ ക്രൈസ്തവ ദിവ്യബലിയും പൈശാചികമായ പ്രവർത്തനവും നടത്തുവാൻ യാതൊരു കാരണവശാലും വിശ്വാസികൾ അനുവദിക്കുകയില്ല. സസ്പെൻഷനുള്ളവരെയും കുർബാന വിലക്കുള്ളവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മാർ പാംബ്ലാനി എന്ന വിമതരുടെ നേതാവിനെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തില്ല എങ്കിൽ വൻ പ്രക്ഷോഭത്തിലേക്കാണ് എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസികൾ ഒന്നടങ്കം എത്തിച്ചേരേണ്ട അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സഭയിൽ അടിയന്തര ഘട്ടത്തിൽ ഉടനടി തീരുമാനങ്ങൾ എടുക്കേണ്ട പെർമനന്റ് സിനഡിനെ പോലും നോക്കുകുത്തിയാക്കി സഭയെ ഒന്നാകെ ഒരാളുടെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ ശ്രമിക്കുന്ന മാർ പാംബ്ലാനിയെ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ള ദൈവജനം ഞങ്ങളുടെ അതിരൂപത ആസ്ഥാനത്തേക്ക് കയറുവാൻ സാധിക്കാത്ത വിധം വൻ പ്രക്ഷോഭത്തിലേക്കായിരിക്കും വിശ്വാസികൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. പാംബ്ലാനിയുടെ ധാർഷ്ട്യത്തിനും ഗുണ്ടായുസത്തിനും മുമ്പിൽ നിഷ്ക്രിയരായി പോയ പെർമനന്റ് സിനഡിനെയാണ് ഇപ്പോൾ ഇവിടെ വിശ്വാസികൾ കാണുന്നത്. അതുകൊണ്ട് സീറോ മലബാർ സഭയിലെ 35 രൂപതയിലെയും സഭയോടും പരിശുദ്ധ സിംഹാസനത്തോടും കൂറും വിശ്വസ്തതയും പുലർത്തുന്ന വിശ്വാസികൾ ഒന്നടങ്കം മുന്നിട്ടിറങ്ങി സത്യവും നീതിയും സീറോ മലബാർ സഭയിൽ നടപ്പിലാക്കുന്നതിനായി വൻ പോരാട്ടം നടത്തി പിശാച് ബാധിതരായ സഭാദ്രോഹികളെ തിരിച്ചറിഞ്ഞ് എന്ത് വില കൊടുത്തും സഭയെ സംരക്ഷിക്കുക തന്നെ ചെയ്യും.